അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മൂന്നാറിൽ, ഇടുക്കി ജില്ലയിൽ മൂന്നാറിലുള്ള ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. വരയാടുകളുടെ രാജമല. ഒത്തിരി വരയാടുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് വേണം കയറാൻ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ബസ്സുകൾ, ട്രാവലറൊക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടും. അവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അപ്പോൾ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാസ് കിട്ടി കേട്ടോ. പാസ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ പാസ്സാണത്. അത് ഇന്ത്യൻ അഡൽട്ടിന് 30 രൂപ, 5 to 12 കഴിയണം. അത് 15 രൂപയാണ് കഴിയണത്. ഫോറിനേഴ്സിന് 335 രൂപ. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 350 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുവാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ക്യൂ കയറിയിട്ട്. 1 മണിക്കൂറായി ക്യൂ കയറിയിട്ട്. അപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടി എത്തി, നമ്മൾ കയറി. പിന്നെ നേരെ മുകളിലേക്ക്. അതും ആ യാത്ര ഭയങ്കര മനോഹരമാണ്. ഒരു പ്രത്യേക ആംബിയൻസാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും. കണ്ണന്തേൺ ഹിൽസ് തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പ് പിന്നെ ഏകദേശം കുറവായിരുന്നു, എന്നാലും തണുപ്പുണ്ടായിരുന്നു. ഡിസംബർ മാസമല്ലേ, തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം. ഇതാണ് നാഷണൽ പാർക്കിലേക്കുള്ള വഴിയിലുള്ള ഏതൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസ്. അപ്പോൾ എനിക്ക് ആദ്യം ഇവിടെ സീറ്റ് കിട്ടിയില്ലായിരുന്നുണ്ട്. ഇപ്പോൾ സീറ്റ് കിട്ടി. അത് സാറുണ്ടായിരുന്നു. അപ്പോൾ സാറോടെ ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയാൻ സീറ്റ് കിട്ടി. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചാണ്, വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ നമ്മളെ കൊണ്ടുവിടുന്ന വണ്ടി നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് പിന്നെയും പോകും. ആളെ എടുത്ത് ഇവിടെ നിന്നുള്ള ആളെ അങ്ങോട്ട് പിക്ക് ചെയ്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഓരോ വണ്ടി, ഒരു 12 വണ്ടി ആയതുകൊണ്ട് ഷട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്നാക്സും വാട്ടർ ജ്യൂസൊക്കെ കിട്ടും.
ഫ്രൂട്ടി പോലത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നിറക്കിയിട്ടിട്ട് ഇവിടെയെങ്കിലും ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ, പാസ്സൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിന്നാണ് ശരിക്കും പാസ് കാണിച്ചിട്ട് കയറി പോകേണ്ടത്. അതായത് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം ഗ്രാസ് ഹില്ലാട്ടോ, ഗ്രാസ് ഹില്ല്. ഇപ്പം നമ്മൾ രാജമലയിലാണ്, രാജമല, മൂന്നാർ രാജമലയിലാണ്. വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇത് ഇവിടെ വരയാടുകൾ വെക്കണമല്ലോ, ഒരാടുള്ളൂ. പിന്നെ അവിടെയൊക്കെ താഴെയൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നല്ല കോട കയറിയിട്ടുണ്ട് അവിടെ കണ്ടോ താഴെ. നമ്മളത് അവിടെ വണ്ടി ഇറക്കി വിടല്ലേ, അവിടെ കൊണ്ട് ഇറക്കി വിടാം. അതുകൊണ്ട് നമ്മൾ നേരെ മേളിലേക്ക് നടന്ന് കയറണം. അവിടം വരെ മറ്റേ ഫോറസ്റ്റിൻ്റെ വണ്ടി ഉള്ളൂ കേട്ടോ. പിന്നെ നേരെ നടന്ന് കയറാം. ഇതേ നിൽക്കണം രണ്ട് വരെയാണ്. അപ്പോൾ ഇത് അവിടം വരെ കയറണം മേളിൽ. റൊസാസി, ലോക്കൽ നെയിം ചീമുള്ളു, മുള്ളിപ്പഴം, ഫ്ലവർ. ഇങ്ങനെ ഓരോ ഫ്ലവറിൻ്റെ പേരും ഇത് ഈ ചെടിയില്ലേ, ഈ ചെടിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നീലക്കുറിഞ്ഞി ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. വേസ്റ്റ് ഇടാൻ പാടില്ല, മൂത്രം ഒഴിക്കാൻ പാടില്ല, മദ്യപാനം, പുകവലി, പൂ പറിക്കാൻ പാടില്ല. അത് മറ്റേ നീലക്കുറിഞ്ഞി. ഇവിടെ വെള്ള കൊഴുണ്ട് കേട്ടോ താഴെയിട്ട്, നല്ല തണുത്തുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം മേളിലെത്തി കേട്ടോ. ഇനിയുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ ആണ്. ഇതേ വരെയാണ്. കണ്ടോ? ഹലോ ഹലോ. ഇരവികുളം നാഷണൽ പാർക്കിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ 97 ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ ഉണ്ട്. അത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. പിന്നെ നീലക്കുറിഞ്ഞിയാണ് ഏറ്റവും കൂടുതൽ. നീലക്കുറിഞ്ഞി ഉണ്ട് ഇഷ്ടംപോലെ. അത് വിരിയുമ്പോൾ ഓരോ സീസൺ അനുസരിച്ച് അത് വിരിയുള്ളൂ. 12 വർഷം കഴിഞ്ഞ ചെടികൾ മാത്രമേ പിന്നെയും വിരിയുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്ററും 6562 ഫീറ്റും അടിയും. വെൽക്കം ടു ഇരവികുളം നാഷണൽ പാർക്ക്. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞില്ലേ, ആനിമൽസിനെ ഉപദ്രവിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ ആണ്, അങ്ങനെ ഓരോ സംഭവങ്ങൾ. പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, അങ്ങനെയുള്ള എല്ലാം എഴുതി വെച്ചാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അതൊരു ട്രൈബൽ കോളനിയിലേക്കുള്ള വഴിയാണ്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അനുവാദമല്ല, അവർക്ക് സഞ്ചരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം വിശ്രമിച്ചിട്ടൊക്കെ നേരെ താഴെട്ടിറങ്ങാം. വംശനാശം നേരിടുന്ന നീലഗിരി താർ, അതായത് വരയാടുകൾ. 1975 ഇവിടം ദേശീയോദ്യാനമാക്കി. പിന്നെ 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. വെസ്റ്റേൺ ഗാട്ട്സിലാണ് സ്ഥിതി ചെയ്യുന്ന ആനമുടി. ആനമുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2695 മീറ്റർ ഉയരം. ഫീറ്റാണെങ്കിൽ 6562 ഫീറ്റ്. അത്രയുണ്ട് കേട്ടോ.
ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ സീസണിലൊക്കെ ഒരു 25 ഡിഗ്രി സെൽഷ്യസും നമ്മുടെ വിൻ്ററിലൊക്കെ ഒരു 17 ഡിഗ്രി സെൽഷ്യസുമാണ് കാലാവസ്ഥ. അപ്പോൾ വിൻ്ററിലൊക്കെ വന്നിട്ട് അടിപൊളി നല്ല തണുപ്പും ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഉച്ച സമയമായാൽ അതിൻ്റേതായ ഒരു കുറവുണ്ട്, അത്രേ ഉള്ളൂ. നീലക്കുറിഞ്ഞിയോട് എഴുതി വെച്ചിട്ടുണ്ട് സ്ട്രോബിലാന്തസ് ഇന്ത്യയാണ്. ഈ കാണുന്നതേ നീലക്കുറിഞ്ഞിയുടെ ഒരു ഗാർഡൻ കേട്ടോ. അത് അത്രയും ഉള്ളതാന്ന് പറയുന്നത്, നട്ടുപിടിപ്പിച്ച അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും, അത്രയും ഉള്ളതാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്നുവെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞി ഉണ്ടല്ലോ, അപ്പോൾ അതൊരു പ്രത്യേക പാതയൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് നടക്കാനും. ഇപ്പോൾ ഇത് പൂത്ത് വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അതൊരു സംഭവം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം, ഒരു പാത നിർമ്മിച്ചേക്കണം ഇതിൻ്റെ ഇടയ്ക്കിടെ. നേരത്തെ വന്നപ്പോൾ ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്തൊക്കെ. നല്ല രസമായിട്ടുണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ 2 വഴിക്കൂടെ നമുക്ക് അപ്പുറത്തെ വഴിക്കൂടെ പോയിട്ട് ഇത് കൂടെ ഇറങ്ങി പോകാൻ ശരിക്കും. ഇപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങും കേട്ടോ. 2 സൈഡിൽ ഇതുപോലെ ആർച്ചുണ്ട്, ട്രൈബൽസിൻ്റെ ആയിരിക്കും അല്ലേ. അവിടെ ഒരു ഇതുണ്ട്, ഒരു പൂജ്യം ഇത് നടക്കണമെന്നാണ് അവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോയി ട്രൈബൽസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെന്തെങ്കിലും ഇതായിരിക്കും ഇവിടെ. ഏത് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാജമലയിലെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഉച്ചയായിരുന്നു, അധികം കോടയൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ സംഭവം അടിപൊളിയാണ്, തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതുപോലെ ബാറ്ററി വണ്ടി ഇട്ടോ, 800 രൂപ വണ്ടിക്ക്. അത്ര 8 പേർക്ക് ഉണ്ട്, 8 പേർക്ക് കയറാം, 800 രൂപ. നമ്മൾ വെയിറ്റിങ്ങിൽ, നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ
ഓരോ യാത്രയും അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മുടെ രാജമലയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നല്ല കാലാവസ്ഥയായിരുന്നു, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ചൂട് കുറവായിരുന്നു. ഡിസംബർ മാസമായിരുന്നു, നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളവിടെ ചെന്നിട്ട് പാർക്കിംഗ് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് എല്ലാ വണ്ടികളും. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് കാർ എടുത്തുകൊണ്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.